അസമീസ് ഗായകൻ സുബീൻ ഗാർഗിന്റെ മരണത്തിൽ നിർണായക വഴിത്തിരിവ്. ഗായകനെ കൊലപ്പെടുത്താൻ മാനേജരും ഫെസ്റ്റിവൽ ഓർഗനൈസറും ഗൂഢാലോചന നടത്തിയെന്ന് മ്യൂസിക് ബാൻഡിലെ ശേഖർ ജ്യോതി ഗോസ്വാമി മൊഴി നൽകിയതായി റിപ്പോർട്ട്. സുബീൻ ഗാർഗിനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയെന്നും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നുമുള്ള ഗുരുതര ആരോപണങ്ങളാണ് മുഖ്യസാക്ഷിയുടേതായി പുറത്തുവരുന്നത്. സുബിൻ ഗാർഗിനെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് മാനേജർ സിദ്ധാർത്ഥ് ശർമ്മയും നോർത്ത് ഈസ്റ്റ് ഫിലിം ഫെസ്റ്റ് ഓർഗനൈസർ ശ്യാംകനു മഹന്തയും സിംഗപ്പൂർ യാത്ര പദ്ധതിയിട്ടതെന്ന് ശേഖർ ജ്യോതി ഗോസ്വാമി മൊഴി നൽകിയെന്നാണ് റിപ്പോർട്ട്. യാത്രയിലുടനീളം യാട്ടിന്റെ പൂർണ്ണ നിയന്ത്രണം മാനേജർ സിദ്ധാർത്ഥയ്ക്കായിരുന്നു. സുബിൻ കുടിച്ച മദ്യം ഉൾപ്പെടെയുള്ള ദ്രാവകങ്ങൾ മാനേജറാണ് കൈകാര്യം ചെയ്തത്. ഒരു ഘട്ടത്തിൽ സുബിന്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും നുരയും പതയും വന്നു. അടിയന്തര വൈദ്യസഹായം തേടുന്നതിന് പകരം അത് ആസിഡ് റിഫ്ലക്സ് ആണെന്നാണ് മാനേജർ പറഞ്ഞത്. നന്നായി നീന്തൽ അറിയാമായിരുന്ന ഗാർഗ് മുങ്ങിപ്പോയെന്ന വാദം വിശ്വസനീയമല്ല. വിഷം നൽകിയതാവാമെന്ന് മരണസമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന പ്രധാന സാക്ഷി കൂടിയായ ശേഖർ ജ്യോതി ഗോസ്വാമി മൊഴി നൽകിയെന്നാണ് റിപ്പോർട്ട്. സുബീൻ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ പൊയ്ക്കോട്ടെ, വിട്ടേക്കൂ എന്ന് സിദ്ധാർത്ഥ് പറഞ്ഞതായും മൊഴിയിലുണ്ട്. ഈ സമയത്തെ വീഡിയോകളൊന്നും പുറത്തുപോകരുതെന്ന് സ്ഥലത്തുണ്ടായിരുന്നവർക്കെല്ലാം നിർദ്ദേശം നൽകിയിരുന്നതായും മൊഴിയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ചോദ്യം ചെയ്യലിൽ സിദ്ധാർത്ഥ് ശർമ്മയും ശ്യാംകനു മഹന്തയും ഈ വാദങ്ങളെല്ലാം നിഷേധിച്ചതായാണ് റിപ്പോർട്ട്. ഇതോടെ നിലവിൽ കസ്റ്റഡിയിലുള്ള 4 പേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് അന്വേഷണ സംഘം. സുബിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഭാര്യ നേരത്തെ ആരോപിച്ചിരുന്നു. ഇതിനിടെ പോലീസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാനായി അസം സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു. ഗുവാഹത്തി ഹൈക്കോടതി ജസ്റ്റിസ് സൗമിത്ര സായിക്കാണ് അന്വേഷണ ചുമതല. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടും ദുരൂഹതകൾ അവശേഷിക്കുന്നതിനാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആദായ നികുതി വകുപ്പും അസം പോലീസിനൊപ്പം സമാന്തര അന്വേഷണം ആരംഭിക്കും. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.